പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരാള് കുഴഞ്ഞു വീണു, അയാൾ മരണപ്പെട്ടു. ഇത് പോലീസ് കസ്റ്റഡിയിലുള്ള മരണമാണ് എന്ന് ബന്ധുക്കള്, അയാളെ ഭീകരമായി മർദ്ദിച്ചു എന്ന് ബന്ധുക്കള്. ഏതായാലും പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പന്തല്ലൂര് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പം രണ്ട് കൂട്ടരുകൾ തമ്മിൽ അടിയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പലരും ഷൂട്ട് ചെയ്തിരുന്നു. അത് വളരെ വൈറലായി. പാണ്ടിക്കാട് പോലീസിന് ഈ കൂട്ടടി നടത്തിയ ആൾക്കാരെ വിളിച്ചു വരുത്താതിരിക്കാൻ ഒക്കില്ല. അതിനകത്ത് ദൃശ്യമായ ആൾക്കാരെ 5-6 പേരെ വിളിച്ചു വരുത്തി. ആ കൂടെ പന്തല്ലൂർ കടമ്പോട് മുഹമ്മദ് ഹാജിയുടെ മകൻ മൊയ്തീൻകുട്ടിയുണ്ട്, 38 വയസ്സാണ്. മൊയ്തീൻകുട്ടി പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ താനെ ഹൃദ്രോഗിയാണ്, താനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലീസ് അത് വകവെക്കാതെ അയാളെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. ചോദ്യം ചെയ്തതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഓറലായിട്ട് ചോദ്യം ചെയ്തു, ഫിസിക്കലായിട്ട് ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് 38 വയസ്സുള്ള മൊയ്തീൻകുട്ടി കുഴഞ്ഞു വീണു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ മരിച്ചിരിക്കുന്നു. അയാൾക്ക് ഹാർട്ട് അറ്റാക്കുകാരനാണ്, ചികിത്സയിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ മലപ്പുറം SP പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ട് 2 പോലീസുകാരെ ഇയാളെ വിളിച്ചു വരുത്തിയത്, ഇയാളെ ഉപദ്രവിച്ചു എന്ന ആക്ഷേപം പറയുന്ന ആ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലും അടുത്ത നാളുകളിൽ ഇതുപോലെ മർദ്ദനത്തിന്റെ പേരിൽ പലരും മരിച്ചതായ സംഭവം അറിയാം. CBI 1-2 കേസുകൾ അന്വേഷണത്തിൽ എടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഇനി വളരെ ശ്രദ്ധിക്കണം. പണ്ടൊക്കെ ചില ഗുണ്ടകൾക്കൊക്കെ തല്ലൊക്കെ കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥകൾ. ഗുണ്ടകൾക്ക് പലർക്കും ആരോഗ്യമില്ല. ഗുണ്ടകൾ പലരും അവർ റോഡിൽ കിടന്ന അഭ്യാസം കാണിക്കുമെങ്കിലും കുത്തും വെട്ടുമൊക്കെ നടത്തുമെങ്കിലും ഗുണ്ടകൾ പൊതുവെ 45-48 വയസ്സിനകം കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ച് മരിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഇവരുടെ മദ്യപാനം, ഇവരുടെ ഡ്രഗ്സ് അടിപ്പ്, കൂടെയുള്ള അവരെ ശത്രുക്കളുമായിട്ടുള്ള അടിപിടി, അതുപോലെ പൊറോട്ട കഴിക്കുക, ഇറച്ചി കഴിക്കുക, രാത്രി ഉറക്കമില്ല, അങ്ങനെയുള്ള ഒരു ജീവിത രീതിയിലാണ് മിക്കവാറും എല്ലാ ഗുണ്ടകൾ. അവർക്ക് ടെൻഷനുണ്ട്, എതിർ ഗുണ്ടകൾ കൊല്ലും. പൊതുവെ കേരളത്തിലെ ഗുണ്ടകളുടെ ശരാശരി ആയുസ് എടുത്ത് നോക്കിയാൽ 40-45 വയസ്സിനകം പല ഗുണ്ടകളും മരണപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അത് തന്നെയല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും ആരോഗ്യമില്ല. അവർ പാട്ടും കൂത്തും അതോടൊപ്പം തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും, അവർ മദ്യം ഉപയോഗിക്കുന്നവരും, രാത്രി ഇറങ്ങി നടക്കുന്നവരും, അവർക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളുള്ളവരും, അവർ ആവശ്യത്തിനും അനാവശ്യത്തിനും 5, 6, 8, 10 പൊറോട്ടയും വാങ്ങിച്ച് രാത്രി തിന്നുകയും അതോടൊപ്പം മദ്യം കഴിക്കുകയും, അങ്ങനെ ജീവിതശൈലി വളരെ വ്യത്യാസമാണ്. മനുഷ്യന് ഒട്ടും യോജിച്ച രീതിയിലുള്ള ഒരു ശൈലിയിലല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പലരും ജീവിക്കുന്നത്. അവർക്കൊന്നും അധികം ആയുസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ ആരോഗ്യം നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ കൃത്യമായ എക്സസൈസ് വേണം, നല്ല ആഹാരം കഴിക്കണം. ഇപ്പോഴത്തെ പുതുമോടിയിലുള്ള ആഹാരങ്ങൾ വളരെ 200-300 രൂപയ്ക്കൊക്കെ കൊടുത്ത് വാങ്ങിക്കുകയും കഴിക്കുന്നത് ശരീരം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ശരീരം അവ പുറന്തള്ളും, നിങ്ങൾക്ക് സർവ്വ രോഗങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് പോലീസ് സ്റ്റേഷനിൽ അടിപിടിയൊക്കെ നടത്തി പ്രശ്നങ്ങളുമായിട്ട് വരുന്നത്. പോലീസുകാർ ഏതായാലും ഇനി ഇവരുടെ ദേഹത്ത് കൈവെക്കാതെ സൂക്ഷിക്കണം. അപകടമാണ്. കസ്റ്റഡിയിലെത്തുണ്ടാവും. കസ്റ്റഡിയിലെത്തുന്ന അതിന് പറയാനൊക്കുള്ളൂ. പല പോലീസ് ഉദ്യോഗസ്ഥരും അനാവശ്യമായി ഇതിനകത്തൊക്കെ ഇടപെട്ട് അവർ സസ്പെൻഷൻ വാങ്ങിച്ച്, റിമൂവൽ വാങ്ങിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം CBI കേസെടുത്തിട്ട് അവരെ പ്രതിയാക്കി. അവരുടെ കുടുംബങ്ങൾ അവരാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം അവർ ഫിസിക്കൽ വയലൻസിൽ നിന്ന് മാറി നിൽക്കണം. വരുന്നവരെല്ലാം രോഗികളാണെന്ന് കണക്കാക്കിക്കോണം. ഇവർക്കൊന്നും നിങ്ങളുടെ ചോദ്യം ചെയ്യലോ ഫിസിക്കലായിട്ടോ വെർബലായിട്ടുള്ളോ അവർക്ക് ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരോഗ്യം, ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഇപ്പോഴത്തെ ഈ മൊയ്തീൻകുട്ടി അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 3 വലിയ ബ്ലോക്കുകൾ ഉണ്ട്. അത്
മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ആ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. മൊയ്തീൻകുട്ടി രോഗിയാണ്. തീർച്ചയായിട്ടും ഒരു അമ്പലത്തിന്റെ പരിസരത്ത് കിടന്ന് അടിയുണ്ടാക്കിയെങ്കിലും അയാൾ പറയണത് ഞാൻ രണ്ടു കൂട്ടരും തമ്മിൽ ഉന്തും തള്ളും അടിയും ഉണ്ടാക്കിയപ്പം അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ്, അങ്ങനെയാണ് എൻ്റെ പടം ദൃശ്യമായത് എന്ന് പോലീസ് പറഞ്ഞിട്ട് അത് പോലീസ് വകവെക്കാതെ പോലീസ് ഇയാളെ മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും അതേപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഇവരെ വിളിച്ചു വരുത്തിയ പോലീസുകാരെ ആണ് ഇപ്പം രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുവെ വളരെയധികം കസ്റ്റഡിയിലെത്തു പോലെ കേസുകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പോലീസുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊണ്ടിരുന്ന ആളുടെ മെഡിക്കൽ പരിശോധന ഉടൻ തന്നെ നടത്തുന്നതാണ് നല്ലത്. കാരണം കൊലക്കേസിനകത്ത് പ്രതിയായി പലരെ നമുക്കറിയാം. കേരളത്തിലെ നമുക്ക് ഇടുക്കി ജില്ലയിലെയും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെയും ഇവിടെയുള്ള പല സ്ഥലത്തെയും കസ്റ്റഡിയിലെത്തത്തിന് പ്രതിയായി അവർക്ക് ജീവപര്യന്തം തടവ് വരെ ലഭിച്ചിരിക്കുന്നു. ചിലപ്പം ചിലർ ഇന്നസെൻ്റ് ആകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വരുന്നവരെ ഫിസിക്കലായിട്ടുള്ള അവരുടെ കണ്ടീഷൻ നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച്, പുരുഷനായാലും സ്ത്രീ ആയാലും ശരി, വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഇപ്പോഴത്തെ വയലൻസ് വളരെ കൂടുതലാണ്. റോഡിൽ കിടന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും പോലീസുമായിട്ട് ഏറ്റുമുട്ടും നമ്മൾ കാണും. അതുകൊണ്ട് അവിടെ ഒരു ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്താൽ അതൊരു ജുഡീഷ്യൽ എൻക്വയറിയിലോ അല്ലെങ്കിൽ അതൊരു കേസിന്റെ അന്വേഷണത്തിലോ ഒരു കൊലക്കേസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലുള്ളവർ വളരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള. കാരണം ആരോഗ്യമുള്ള ഒരു ജനതയല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.